ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കണ്ടിട്ട് ഫോൺ ബുക്ക് ചെയ്താൽ ഇതേപോലെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. എനിക്ക് കിട്ടിയൊരു പണിയാണിത്. അതായത് നിങ്ങൾ ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ദുബായിൽ കിടക്കുന്ന ആൾ അബുദാബിയിലൊക്കെ പോയി ഓർഡർ ചെയ്താൽ അതേപോലെ പണിയാൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ഫസ്റ്റ് മൊബൈൽ ഷോപ്പിനെ കുറിച്ച് അറിയണത്. അതായത് അബുദാബിയിലെ ഒരു മൊബൈൽ ഷോപ്പാണ്. അവിടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടപ്പോൾ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവർ ഫ്രീ ഡെലിവറി, കോംബോ ഓഫറൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് 3-4 ഷോപ്പൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഷോപ്പിൽ പോയി വാങ്ങാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ വിളിച്ച് ഓർഡർ ചെയ്തത്. അതിൻ്റെ അപ്പോൾ ഒരു കോംബോ ഓഫറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബാക്ക് കവർ അത് കിട്ടിയില്ല. അതേപോലെ 13C ഫ്രണ്ട് ഗ്ലാസ് തരാമെന്ന് പറഞ്ഞു. ഗ്ലാസ് ആണെങ്കിൽ വേറെ ഏതോ ഗ്ലാസ് 12R ഗ്ലാസ് വന്നിട്ട് നമ്മളെ പറ്റിച്ചു. അത് നമുക്ക് കറക്റ്റ് സൂട്ടല്ല ഫ്രണ്ട് സൈഡ്. എന്നിട്ട് ഞാൻ പുറത്ത് വേറെ ഷോപ്പിൽ പോയി വാങ്ങേണ്ട അവസ്ഥ വന്നു. അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ എന്നെപ്പോലെ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരും കൂടി ഈ വീഡിയോ ഞാൻ ചെയ്യണത്. അതായത് ഇത് കാണുന്നവർ ഇതിൻ്റെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഇതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതെനിക്ക് മാത്രമാണ് സംഭവിച്ചതെന്ന് അറിയാലോ. അതായത് ഷോപ്പിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തു. ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടിട്ട് മൊബൈൽ ഷോപ്പ് നമ്പറൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വിളിച്ച് ഓർഡർ ചെയ്തു. അവർ കോംബോ ഓഫറായിരുന്നു തന്നത്, ഫ്രീ ഡെലിവറിയും. അപ്പോൾ കോംബോ ഓഫറിൽ അവർ പറഞ്ഞത് ബാക്ക് കേസ്, പിന്നെ ഫ്രണ്ട് ഗ്ലാസ്, പിന്നെ ഒരു ഹെഡ്സെറ്റ് കിട്ടി. ഓക്കെ. പിന്നെ അതുകൂടാതെ ഫ്രണ്ട് ഗ്ലാസ് അവർ 13C മൊബൈൽ തന്നിട്ട് 12R എന്ന വേറൊരു മൊബൈലിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് തന്നു. അതിൽ സൂട്ടാവാതെ അവസാനം ഞാൻ പുറത്തുനിന്ന് വേറെ ഷോപ്പിൽ പോയിട്ട് വേറെ 10 റൂംസ് കൊടുത്ത് വേറെ എക്സ്ട്രാ ഗ്ലാസ് വാങ്ങി ഒട്ടിക്കേണ്ട അവസ്ഥ വന്നു. അതേപോലെ തന്നെ ബാക്ക് കേസ് അവർ ഇതിൻ്റെ ഒപ്പം വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പുറകിൽ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ കാണാനില്ല സാധനം. അവസാനം ഞാൻ ഇവിടെ ഷോപ്പിൽ പോയപ്പോൾ 20 റൂംസ് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. അത് ബാക്ക് കവറിനെ. അങ്ങനെ ലോസ് എനിക്ക്. കോംബോ ഓഫർ എന്നൊക്കെ പറഞ്ഞ ഒരു തട്ടിപ്പാണ് മൊത്തം. ആ ഉടായ്പ പരിപാടിയാണ്. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് കണ്ടിട്ട് വെറുതെ റീൽസിൽ പറയും കോംബോ ഓഫർ തരാം, ഫ്രീ ഡെലിവറി തരാം, മൊബൈൽ ഓർഡർ ചെയ്തോ എന്നൊക്കെ പറയും. ഓർഡർ ചെയ്യുമ്പോൾ ഭയങ്കര മോശം അനുഭവമായിരിക്കും. ഈ മൊബൈൽ കിട്ടി പോയ അവസ്ഥയിലായിരിക്കും വരിക. മൊബൈൽ കറക്റ്റായിരിക്കും, പക്ഷെ അതിൻ്റെ ഡെലിവറി കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര മോശം ആൾക്കാരായതുകൊണ്ട് ഇതിൻ്റെ തന്നെ സൈഡെല്ലാം പൊട്ടിയിട്ടാണ് എനിക്ക് കിട്ടിയത്. അതേപോലെ അതുകൊണ്ട് തന്നെ മൊബൈൽ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി, മൊബൈലിനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഗ്ലാസ് പിന്നെ ഞാൻ ഇതിൽ വെച്ച് നോക്കിയപ്പോൾ സൂട്ടാകാത്തതുകൊണ്ട് വേറെ ഗ്ലാസ് കൊണ്ടുപോയി ഒട്ടിച്ച്. അതായത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ ഫ്രീ ഡെലിവറിയും കോംബോ ഓഫറൊക്കെ ഈ ഷോപ്പുകാർ കൊടുക്കും. അത് കണ്ട് നിങ്ങൾ വെറുതെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബെറ്ററാണ്. അല്ലാതെ ദൂരെ നമ്മളെ പോലെ ഇപ്പോൾ അബുദാബിയിലുള്ള ഷോപ്പിൽ നിന്ന് ദുബായിക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അതേപോലെ അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ബാക്ക് കേസ് ഇല്ല, അതേപോലെ ഗ്ലാസ് പ്രോപ്പറായിട്ട് തന്നില്ല എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞപ്പോൾ ഇത് രണ്ടുമായിട്ട് ഇനി ഇപ്പോൾ നമുക്ക് തരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളത് വേറെ എന്തെങ്കിലും വഴി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിന് റീഫണ്ട് വല്ലതും വേണം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, ആദ്യമൊക്കെ പറഞ്ഞവർ ഇതിന് റീഫണ്ടൊന്നും തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറേ ഷൗട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഇതിൻ്റെ ഗ്ലാസ്സിന് 2 റംസും ബാക്ക് കവറിന് 3 റംസ് 5 റംസ് തരാമെന്നൊക്കെ പറഞ്ഞവർ അക്കൗണ്ട് നമ്പർ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 5 റംസും കൊണ്ട് ഞാൻ ഇവിടുത്തെ ഷോപ്പിൽ പോയിട്ട് എനിക്ക് ബാക്ക് കവറും ഫ്രണ്ട് ഗ്ലാസും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെൻ്റെ മണ്ണൊക്കെ അടിച്ച് വിട്ടാക്കും. അപ്പോൾ എനിക്ക് ഈ കസ്റ്റമേഴ്സിനോടാണ് പറയണത്, ഇതേപോലെ നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ, അവൻ ശ്രദ്ധിക്കുക. എങ്ങനെ ബുക്ക് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാത്രം റീഫണ്ട് തരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കിയുള്ള കാര്യം ബുക്ക് ചെയ്യാനൊക്കെ നിൽക്കുക. അതേപോലെ തന്നെ ഈ ഷോപ്പുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലാഭം മാത്രമേ നോക്കുള്ളൂ. ഇപ്പോൾ അവർ 100 വിൽക്കുമ്പോൾ 1 മിസ്റ്റേക്ക് പറ്റിയാലും അവരത് തിരുത്തിയൊന്നും തരാൻ പോണില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബുക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സൂക്ഷിച്ചൊക്കെ ബുക്ക് ചെയ്യുക. അതായത് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് പോയി എടുക്കണമെന്ന് ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ പറയുക. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേപോലെ ആർക്കെങ്കിലും ഈ വീഡിയോ പ്രയോജനമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്.
അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതേപോലെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കായാലും അയച്ചു കൊടുക്കുക. ഇനി ഇങ്ങനെ പറ്റാതിരിക്കട്ടെ, നിങ്ങൾക്കും പറ്റാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.